സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിവിടെ എത്തിയിരിക്കുന്നത് ബാറ്റിൽ ഓഫ് ഗൽവാൻ എന്ന് പറയുന്ന മൂവിയുടെ, സൽമാൻ ഖാൻ മൂവിയുടെ ടീസർ റിയാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്കറിയാം ഞാൻ ഒരു അല്പം ലേറ്റ് ആണെന്ന്, ബട്ട് സ്റ്റിൽ ആ ഒരു ഫ്രഷ്നെസ് എന്തായാലും എനിക്കുണ്ടാകും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് താങ്ക്സ് ടു ഗോകുൽ, നമ്മുടെ ആകെ ഒരേ ഒരു സബ്സ്ക്രൈബറാണ് ഈ ഒരു മൂവിയുടെ ടീസർ റിയാക്ട് ചെയ്യാൻ വേണ്ടി. എനിക്കത് ടീസർ റിയാക്ഷൻ പ്രോപ്പർ ട്രെയിലർ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ടീസർ കാണാണ്ടിരുന്നത്. കാരണം ആ ഒരു ഹൈപ്പ് ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ മോഷൻ പോസ്റ്റർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പൊ അത് ഞാൻ കണ്ടു, അതിന്റെ ഗ്ലിംസ് ഞാൻ കണ്ടു. സോ സൽമാൻ ഖാൻ ഈസ് ലുക്കിംഗ് വെരി ഗുഡ്, വെരി ഫിറ്റ്. ഈ ഒരു ഏജിൽ 60 years ഓഫ് ഏജ് ആണ് പുള്ളി. അപ്പൊ ഈ ഒരു ഏജിൽ പോലും പുള്ളി ആ ഒരു മേക്ക് ഓവർ ആൻഡ് എനിക്ക് പുള്ളിയുടെ കുറച്ച് നോട്ടീസബിൾ ആയിട്ടുള്ള മൂവീസ് എനിക്ക് പറയാനുള്ളത്, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ മൂവി. പിന്നെ പുള്ളിയുടെ കുറെ പഴയ ഫിലിം ഉണ്ട്, തേരേ നാം എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് പുള്ളിയുടെ ആക്ടിങ് സ്കിൽസ് ഒക്കെ അപാരമാണ്. നല്ലൊരു ഡയറക്ടറിനൊക്കെ കിട്ടിയാൽ പുള്ളിനെ വേറെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. ആൻഡ് ദിസ് മൂവി ഇസ് ഡയറക്റ്റഡ് ബൈ അപൂർവ ലാക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള പഴയ ഒരു ഡയറക്ടർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു പുള്ളി ഷൂട്ട് ഔട്ട് ഔട്ട് ലോക്ക് ആൻഡ് വാല എന്നിട്ടുള്ള ഒരു മൂവി, എനിക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടായിരുന്നു. ബാക്കി കുറച്ച് ഫിലിംസ് പുള്ളി പിടിച്ചിട്ടുണ്ട്, അതൊന്നും എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് പാടില്ല. പക്ഷെ ഷൂട്ട് ഔട്ട് അത് എനിക്ക് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള നല്ലൊരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത് വിവേക് ഓബ്രയ ഒക്കെ ഒരു ഒരു വിവേക് ഓബ്രയുടെ ഒരു കംബാക്ക് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ മൂവി ആയി മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഒട്ടും വൈകാണ്ട് നമുക്ക് ലെറ്റ്സ് റിയാക്ട് ടു ദിസ് ട്രെയിലർ, ഐ മീൻ ദ ടീസർ. जवानों याद रहे, जख्म लगे तो मेडल समझना और मौत दिखे तो सलाम करना और कहना बिरसा मुंडा की, बजरंग बली की, भारत माता की। मौत से क्या डरना, उसे तो आना है। സോ ടീസർ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ കുറച്ച് ഇൻഫർമേഷനെ നമുക്ക് അതിനകത്ത് കിട്ടത്തുള്ളൂ. അറൌണ്ട് 2020 ഇയറിൽ ചൈന തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടൽ അറ്റ് ബാറ്റിൽ ഓഫ് ഗൽവാൻ വാലിയിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ഒരു ഫിലിമായിട്ട് മാറിയിരിക്കുകയാണ്. ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സൽമാൻ ഖാന്റെ അമ്മ. കുറെ അധികം പടങ്ങൾ പുള്ളിക്കാരി തന്നെ പിടിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ റേസ് 3 ആൻഡ് ട്യൂബ് ലൈറ്റ് എന്നൊക്കെ പറയുന്നത്, ഈ പടങ്ങളൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടങ്ങളല്ല. അതെനിക്കത്ര എനിക്ക് ട്രെയിലറും അത്ര സൂചിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോയി കണ്ടിട്ടില്ല. റേസ് 3 ഞാൻ ടി വിയിൽ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ സൽമാന്റെ ബജ്രംഗി ഭായ്ജാൻ അത് വളരെ അധികം ടച്ചിങ് മൂവിയാണ്. അപ്പൊ ഈ ഒരു ടീസർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും കാണുന്ന ആളുകൾക്ക് പാട്രിയോട്ടിസത്തിന്റെ ആ ഒരു ഫീൽ ഉറപ്പായിട്ടും കിട്ടും. എന്തോ സോങ്സ് ഒക്കെ വളരെ ടച്ചിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സൽമാൻ ഖാന്റെ ഗസ്റ്റേഴ്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നേരത്തെ പറഞ്ഞ പോലെ 60 years ഓഫ് ഏജിൽ ഈ ഒരു ബിൽഡപ്പ് കൊണ്ടുവരാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു പുള്ളിക്കാരൻ്റെ കുറേ സെൽഫീസും അതൊക്കെ. ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ചിലതൊക്കെ വൈറലായിരുന്നു. പിന്നെ ഈ ഒരു ടീസർ തന്നെ കുറച്ചധികം കോൺട്രവേഴ്സീസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അത് എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് ട്രെയിലർ ഇറങ്ങട്ടെ. ട്രെയിലർ ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ആൻഡ് ദിസ് മൂവി ഈസ് ഗോയിങ് ടു ബി റിലീസ്ഡ് ഓൺ ഏപ്രിൽ. നമുക്ക് അതുവരെ കാത്തിരിക്കാം. അതിന് മുന്നേ ട്രെയിലറിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പിന്നെ ഞാൻ ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോണ്ട്, താങ്ക്സ് ടു ദ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് താങ്ക്സ് ടു ഗോകുൽ എസ്പെഷ്യലി. ഈസ് ദ വൺ ഹു സജസ്റ്റഡ് ദിസ് വീഡിയോ. ഞാൻ ട്രെയിലർ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു.
പക്ഷെ ഇതിന്റെ മോഷൻ പോസ്റ്ററേ ഞാൻ കണ്ടിട്ടുള്ളൂ. ടീസർ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഞാൻ ഈ ടീസർ കാണുന്നത് തന്നെ. സോ ഐ ലൈക്ക് ഇറ്റ്. പിന്നെ എനിക്ക് പറയാനുള്ളത് വിജയുടെ ആക്ടർ വിജയുടെ ഒരു മൂവി ജനനായകന്റെ ട്രെയിലർ ഞങ്ങൾ ഫാമിലി അടക്കം റിയാക്ട് ചെയ്തിരുന്നു. അതിൽ എൻ്റെ ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ട്രെയിലർ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു കമന്റ് പലർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് എനിക്ക് കമന്റ്സിൽ നിന്ന് മനസ്സിലാക്കി. പക്ഷേ ഒട്ടനവധി നല്ല വേറെയും കമന്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് താങ്ക്സ് എ ലോട്ട്. പിന്നെ ഒരു കാര്യം ഓർക്കണം, അതൊരു ട്രെയിലർ റിയാക്ഷൻ ചെയ്തതാണ് ആസ് എ വ്യൂവർ. അല്ലാണ്ട് ആക്ടർ വിജയോട് എനിക്ക് ഒരു ദേഷ്യമോ ഒന്നും തന്നെ ഇല്ല. ഹീസ് എ വെരി ഗുഡ് ആക്ടർ, വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. പുള്ളിക്കാരൻ്റെ പടങ്ങളിൽ പ്രത്യേകിച്ചും ഞാൻ ആ ഒരു ട്രെയിലർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്രമാത്രം ടച്ചിങ് ആണ്. വിജയ് കരയുമ്പോൾ നമ്മളും കരയും, വിജയ് ചിരിക്കുമ്പോൾ നമുക്കും ചിരി വരും, വിജയ് ആക്ഷൻ സീൻസ് ചെയ്യുമ്പോൾ നമുക്കും കോരിത്തരിക്കും. ഭയങ്കരമായിട്ട് എനിക്ക് ആ ഗൂസ് ബംപ് മൊമെന്റ് കിട്ടിയിരിക്കുന്നത് തിയേറ്ററിൽ പോയി കണ്ടതും പോക്കിരി മൂവിയാണ്. അതും ഫ്രണ്ട് സീറ്റിൽ പോയിരുന്നിട്ട് ആണ്. അത്രയ്ക്കും റഷായിരുന്നു ആ മൂവിയിൽ. അത്രയും ഹെവി പാക്ഡ് ആയിരുന്നു ആ മൂവി. ഹൗസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട് റോയിൽ നിന്ന് ഒരു തേർഡ് ഓർ ഫോർത്ത് എങ്ങാണ്ടോ റോയിലാണ് കിട്ടിയത്. അപ്പം അതും ഉള്ളിൽ കയറാൻ ഞാൻ ലേറ്റും ആയിപ്പോയി. പോക്കിരിയിലെ ആ ഒരു ഇൻട്രോ സീൻ ഉണ്ടല്ലോ, വിജയ് ഇങ്ങനെ ചാടി ആ ഉന്തുവണ്ടീന്റെ മേലെ കൂടെ ചാടി വരുന്ന ആ ഒരു രംഗം, ആ ഒരു ടൈമിലാണ് ഞാൻ സീറ്റിൽ ഇരുന്നതും അത് കണ്ടതും വേറൊരു ഫീൽ തന്നെയായിരുന്നു. സോ വ്യൂവേഴ്സ്, എനിക്ക് വിജയോട് ഐ ഹാവ് ഗോട്ട് ഹ്യൂജ് റെസ്പെക്ട് ടു ദ ആക്ടർ ആൻഡ് നോട്ട് ഓൺലി ടു ദ ആക്ടർ, എല്ലാ കലാകാരന്മാരോടും എല്ലാവരോടും എനിക്ക് വളരെയധികം റെസ്പെക്ട് തന്നെയാണ് ഉള്ളത്. സോ താങ്ക് യു എവ്രി വൺ ഫോർ സപ്പോർട്ടിങ് മീ, സപ്പോർട്ടിങ് അവർ ചാനൽ. നിങ്ങളുടെ എല്ലാവരുടെയും സജഷൻസ് ഭയങ്കര വാല്യുബിൾ ആണ്. ഞങ്ങളത് കീപ്പ് ചെയ്യുന്നു. സോ ഇനിയും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം എന്തൊക്കെ ചെയ്യണമെന്ന്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞ റിയാക്ഷൻസ് എല്ലാം, ട്രെയിലർ റിയാക്ഷൻസും ടീസർ റിയാക്ഷൻസും ടൈറ്റിൽ റിയാക്ഷൻസും, അതെല്ലാം കുറച്ച് മിക്കതും കോപ്പിറൈറ്റ് ക്ലെയിംസിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ടൈം ആൻഡ് എഫേർട്ട് ഇതിനകത്ത് ഇടുന്നതൊക്കെ ജസ്റ്റ് വേഗമായി പോവാണ്. അപ്പം അതെങ്ങനെ ടാക്കിൾ ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം അതിനൊരു പോംവഴി കണ്ടു തീർന്നേ പറ്റൂ. അതിനുള്ള റിസർച്ചുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. ഇഫ് യു ഗൈസ് നോ അബൌട്ട് ദാറ്റ്, ഹൗ ടു ഡീൽ ഇറ്റ്, സോ ഡു ടെൽ മീ, ഡു ലെറ്റ് മീ നോ. ഒന്ന് കമൻറ്റ് ഇടുക. ഞാനത് നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് catch you guys on our next video. Until then, bye.